ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും കൗതുകകരമായതും എന്നാൽ ഏറ്റവും ഗൗരവമായ ഒരു കാര്യമാണ് 2014 ജൂൺ 18 നടന്ന ഒരു ദേവപ്രശ്നം. ഈ ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങൾ, അതായത് അപായം, വ്യവഹാരം, മാനഭംഗം, ജയിൽവാസം തുടങ്ങിയ കാര്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാകും എന്നുള്ള ദേവപ്രശ്നമാണ്. ഇതിന്റെ ഫയലിൽ 31ാമത്തെ പാരഗ്രാഫിലാണ് ഇത് പറയുന്നത്. അപ്പോ 2014 പറഞ്ഞ ഒരു കാര്യം 2025 സംഭവിക്കുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന പോറ്റി, തന്ത്രി, 2019 ഉണ്ടായിരുന്ന പത്മകുമാർ, വാസു, ഇവരൊക്കെ ഇപ്പോൾ ജയിലിലാണ്. ഇപ്പോ ഈ 2014 ദേവപ്രശ്നം, അതും ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ദേവപ്രശ്നത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ശബരിമലയെ കുറിച്ച് ഒരുപാട് നിഗൂഢതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ഈ ദേവപ്രശ്നം 2014 ദേവപ്രശ്നം ഉണ്ടാക്കുന്നു, വെക്കുന്നു, ദേവപ്രശ്നം വെച്ച് നോക്കുന്നു. അപ്പോ ആ ദേവപ്രശ്നത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൊടിമരത്തിനെ മാറ്റാൻ തീരുമാനിക്കുന്നു. സത്യത്തിൽ ഈ കൊടിമരം, അതും അപ്പോഴുള്ള കോൺക്രീറ്റ് കൊടിമരാണ് ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കൊടിമരം മാറ്റിയിട്ട് ഇപ്പോഴുള്ള ആന്ധ്രയിലെ ഒരു കമ്പനി വന്ന് സ്വർണം പൊതിഞ്ഞ കൊടിമരം അവിടെ സ്ഥാപിക്കുന്നു. പക്ഷെ ഇതിനൊക്കെ മുന്നേ ആയിട്ട് ഈ ദേവപ്രശ്നം സമയത്ത് സ്ത്രീയുടെ സാമീപ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്, ആ ദേവപ്രശ്നത്തിൽ പറയേണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മള് ആ കാലഘട്ടങ്ങളില് ഒരു വാർത്തകളൊക്കെ കണ്ടുകരിക്കുക, ഒരു സിനിമാ നടി അവിടെ വിഗ്രഹം തൊട്ടു എന്നും അതൊരു പണിക്കേരി പറയേണ്ടായിട്ടുണ്ട്. ആ പണിക്കേരിക്ക് അതിന് ഈ സിനിമാ നടി തന്നെ പറഞ്ഞിട്ട് അത്ര ആ പണിക്കേരി പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പല കഥകളും കേൾക്കുന്നുണ്ട്. പക്ഷെ യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ് അയ്യപ്പന്റെ ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് ആചരിച്ചു പോരുന്നതെങ്കിലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. അവിടെ ഒരു ദിവസം മാത്രം ഒരു ദർശനം ആയിട്ട് തുറക്കാറുണ്ട് ശബരിമല. അത് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രാജകൊട്ടാരത്തിലുള്ള അവർക്ക് വന്ന് തൊഴാനുള്ള ഒരു ദിവസമാണ്. പല സന്ദർഭങ്ങളിലും ആ ദിവസം ഞാൻ പോയി ശബരിമല തൊഴുതിട്ടുണ്ട്. അപ്പോ സാഹചര്യങ്ങൾ കൊണ്ട് അന്ന് അവിടെ ഞാൻ ഒരുപാട് യുവതികളായ സ്ത്രീകളെയും, അതായത് കൊട്ടാരത്തിലെ സ്ത്രീകളാണ്, അവരെല്ലാവരും തൊഴാൻ വന്നിട്ടുണ്ടായിരിക്കും. അവരുടെ ഒപ്പം ഞാനും തൊഴുതിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇവരൊക്കെ തൊഴുമ്പോ എന്താണ് മറ്റുള്ള യുവതികൾക്ക് ഇതുമാതിരി തൊഴുതുകൂടെയെന്ന് അന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കേട്ടോ. പക്ഷെ വിശ്വാസം അങ്ങനെ അല്ലാത്ത കാരണം ഞാനത് ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഈ തന്ത്രിയെ കുറിച്ചുള്ള കഥകൾ വരുമ്പോ പലതും കേട്ടില്ല. ഏതോ ഒരു സ്ത്രീ ഇപ്പോ ഫേസ്ബുക്കിൽ എവിടെ ഞാൻ വായിച്ചു, മദ്രാസിൽ വെച്ച് തന്ത്രി കണ്ടപ്പോ കുട്ടികളില്ലാത്ത വിഷമിച്ചിരിക്കുക കാരണം ആ യുവതിയോട് പറഞ്ഞു ശബരിമല തൊഴാൻ പറഞ്ഞു. അപ്പൊ ഈ യുവതി എങ്ങനെ ശബരിമല തൊഴുതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ യുവതി വന്ന് ശബരിമല തൊഴുതിട്ടുണ്ട്. അവർക്ക് കുഞ്ഞുണ്ടാവുകയും ചെയ്തു. അത് വേറെ കഥ. അപ്പൊ വിശ്വാസത്തിന്റെ മുകളില് പലതും അവിടെ നടത്തിയിട്ടുണ്ട്, പലതരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഈ കൊടിമരം മാറ്റിയത് അതൊരു തട്ടിപ്പായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഈ കൊടിമരത്തിന്റെ മുകളിലാണ് വാജിവാഹനം ഇരിക്കുന്നത്. ഈ വാജിവാഹനം അതുമാതിരി തന്നെ വേറെന്താണ്, ദ്വാരപാലകര് അവര് അടിച്ചു മാറ്റി. പിന്നെ വേറൊന്നുണ്ട്, അഷ്ടദിക് പാലകര്. ഈ വക സാധനങ്ങളിലെല്ലാം ഈ പ്രത്യേകിച്ച് ഈ വാജിവാഹനം ഉയരത്തിങ്ങനെ ഇരിക്കുകയാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേക തരം കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ്. കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഇറിഡിയം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ഇതിന്റെ വില എത്രയാണെന്ന് ലോകത്ത് ആർക്കും പറയാൻ പറ്റില്ല. അത് പറഞ്ഞ വിലയാണ് അതിന്റെ വില, ഇറിഡിയം. ഈ ഇറിഡിയം പ്രസൻസ് വളരെ റയറായിട്ട്, ഇതൊരു ഈശ്വരന്റെ ഒരു പ്രസൻസ് മാതിരിയാണ് ഈ ഇറിഡിയം പ്രസൻസ്. ഈ ഇറിഡിയം ഇതിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായിരിക്കാം അന്ന് സ്വർണം വിജയമല്ലി വന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നൊക്കെ കഥകൾ പലതും കേൾക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ ഈ ഇറിഡിയം അടിച്ചു മാറ്റാൻ ഉള്ള ഒരു ഈ സ്വർണ്ണം ഒന്നും അല്ലാത്രേ ഈ ഇറിഡിയത്തിന് മുന്നിൽ വരുമ്പോ.
അത് സ്വർണ്ണമൊക്കെ പിന്നെ വരുന്നുള്ളൂ. അപ്പോ ഈർഡിയമാണ് അവിടുന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതിപ്പോ സ്വർണത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതിനെക്കാട്ടി വില പിടിച്ച ഈ ഇർഡിയം, അത് ഞാൻ തോന്നുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണാൻ വലിയ മോഹമുണ്ട്. ഇർഡിയം തൊടാൻ എനിക്കൊരു മോഹമുണ്ട്, പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോ ഈ ഇർഡിയം അടിച്ചു മാറ്റാൻ ഇത് ഇവർക്കൊക്കെ അറിയാം. ഈ പറയുന്ന ഈ കൊള്ള സംഘത്തിന് മുഴുവൻ അവിടെ എങ്ങനെയായാലും മാറി മാറി ഇവര് തന്നെയാണല്ലോ ഭരിക്കുന്നത്. അപ്പോ ഈ ഭരണത്തിന്റെ ഉദ്ദേശം, ശബരിമലയിലെ മെമ്പർ ആവുന്നതിന്റെ ഉദ്ദേശം ഒക്കെ അവിടുന്ന് വലിയ തോതിൽ കൊള്ള നടത്തുക എന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം പോറ്റി കടകംപള്ളിയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇന്നലെ കടകംപള്ളി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ ഫോട്ടോ പുറത്തു വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത് വെറും ഒരു സൗഹൃദമല്ല, ആഴത്തിലുള്ള ഒരു സൗഹൃദമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു മന്ത്രിയായിരിക്കുന്ന ഒരു സമയത്ത് പോലീസ് അകമ്പടിയോടുകൂടി അവിടുത്തെ പരികർമ്മിയുടെ വീട്ടിലേക്ക് ഒരു മന്ത്രി പോകുന്നു. അതിന് പറയുന്ന ന്യായം അയ്യപ്പ ഭക്തരാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പോയത് എന്നാണ് കടകംപള്ളി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തരുടെ വീടുകളിൽ മുഴുവൻ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി പോണ്ടേ? ഇതിപ്പോ വളരെ വ്യക്തമല്ലേ. പിന്നെ ഉരുണ്ട് കളിച്ച് എന്തെങ്കിലും ഉത്തരം ഇപ്പൊ ഈ ചോദ്യം ചെയ്യുന്നതില് പ്രധാനമായിട്ട് ചോദ്യം ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഈ പറഞ്ഞ മന്ത്രി. അത് എന്തുകൊണ്ടോ ഇങ്ങനെ നീങ്ങി പോവാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ശബരിമല വിഷയത്തിൽ വരികയാണെങ്കിൽ അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ചോദ്യം ചെയ്യണം. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഈ നമ്മുടെ കോടതിയുടെ കുഴപ്പമുണ്ട്. നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. ഇനി തെളിവ് കിട്ടിയില്ലെങ്കിൽ ആ നിയമം വെച്ചിട്ട് ഇവിടെ ശരിയായ തെളിവുകൾ കിട്ടാത്തോടത്തോളം കാലം ഇവരൊക്കെ ഇതേമാതിരി ജയിലിലിരുന്ന്, അതായത് ഇവരൊക്കെ ജയിലിൽ നിന്ന് പുറത്തു വിട്ട തെളിവുകൾ കൂടുതൽ നശിപ്പിച്ചു കളയും. അതും കൂടി ഉണ്ട് ഇതിന് പ്രധാനം. അപ്പോ ഇവിടെ ആര് തന്നെ ആയാലും ഇപ്പൊ LDF ഭരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ UDFന്റെ കാലഘട്ടത്തിലാണ് ഈ അന്നത്തെ മന്ത്രി ശിവകുമാറിന്റെ ബ്രദർ, അതായത് ഒരു പത്മകുമാറാണ്, രാജീവ് കുമാർ, അദ്ദേഹമാണ് ജയകുമാർ. ആ ജയകുമാറാണ് അവിടെ നിന്ന് സകലത അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ശിവകുമാറിന് ഇപ്പോഴും അതിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ UDF ആയാലും LDF ആയാലും ശബരിമല അവരുടെ ഒരു നിധി വാരി കൊണ്ടുപോകാൻ ഒരു സ്ഥലമായി വെച്ചിരിക്കുകയാണ്. അതിലൊക്കെ പാവങ്ങളായ, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ, ഈ തന്ത്രിയും പോറ്റിയും ഒക്കെ അവരേനും മുന്നിലിടും. സത്യത്തിൽ ഇതിന്റെ കൊള്ളം മുഴുവൻ ഇവന്മാരാണ്, ഈ ഭരണം ഭരിച്ചവരാണ് ചെയ്തിരിക്കുന്നത്. അവരൊക്കെ അതിന് ഷെയർ കിട്ടുക. ഈ വാദ്യവാഹനം അയാളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ, അയാളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് കൊടുത്തു വിട്ടത് ആരാണ്? ഇവർ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതൊരു വലിയ കൊള്ള സംഘമാണ്. ഈ ഭരണം ഒരിക്കലും ഇനി ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ കൊടുക്കരുത്. വിശ്വാസികളായ, ഒറിജിനൽ വിശ്വാസികളായ ജനങ്ങളിലാണ് അതാത് ക്ഷേത്ര ഭരണം ഏൽപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി സാർ.